തിരുവനന്തപുരം സീറ്റ് LDF-നും BJP-ക്കും ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. വി സുരേന്ദ്രൻപിള്ള മത്സരിക്കാനില്ല എന്നറിയിക്കുന്നു. താമര ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് സുരേന്ദ്രൻപിള്ളയോട് BJP ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ കഴിയില്ല എന്നാണ് സുരേന്ദ്രൻപിള്ളയുടെ തീരുമാനം. അതേസമയം ആന്റണി രാജുവിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിനും CPM-ന് വഴങ്ങാത്തത് LDF-ൽ ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നുവെന്നാണ് കൃഷ്ണ വിവരങ്ങളുമായിട്ട് പ്രശാന്ത്. തൊട്ടു മുൻപ് PD സതീഷിന് ഒരു പ്രതികരണം വന്നിരുന്നു. തിരുവനന്തപുരത്ത് എന്തായി? അവിടെ LDF-ന്റെ ആൾ വന്നോ, NDA പട്ടിക വന്നോ എന്നതാണ് ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ VD സതീശൻ ചോദിക്കുന്നത്. എന്തായാലും LDF-നും NDA-ക്കും ഒരു പ്രശ്നമാണ്. തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. എന്താണ്, ആരുടെ പേരിലേക്കാണ് എത്തുന്നത്? മൂന്ന് മുന്നണികൾക്കും ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഘടകകക്ഷിയാണ്. CMP-യുടെ CP ജോൺ ബഹുദൂരം മുന്നിലാണ്. അദ്ദേഹം നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങി. പക്ഷേ LDF-നും BJP-ക്കും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ തന്നെയാണ്. കാരണം സിറ്റിംഗ് MLA ആന്റണി രാജു ഈ തൊണ്ടി കേസിൽപ്പെട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെട്ടതിനാൽ മത്സരിക്കാനാകില്ല. പകരം ഒരാളെ നിർദ്ദേശിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അതേസമയം തന്നെ CPM-നാണെങ്കിൽ CPM അവിടെ വി സുരേന്ദ്രൻപിള്ളയെ മത്സരിപ്പിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിന് ആന്റണി രാജു വഴങ്ങുന്നുമില്ല. NDA-യുടെ ഭാഗത്തുള്ള പ്രതിസന്ധി, NDA അവിടെ വി സുരേന്ദ്രൻപിള്ളയെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു. RJD വിട്ടുവന്ന സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് നൽകാം, പക്ഷേ BJP-യിൽ വരണം, താമര ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ അതിന് സുരേന്ദ്രൻപിള്ള വഴങ്ങിയിട്ടുമില്ല. അതായത് സുരേന്ദ്രൻപിള്ള ഇപ്പോൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF-ന്റെയോ BJP-യുടെയോ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുണ്ടാകില്ല എന്ന വ്യക്തമായ സൂചന തന്നെ സുരേന്ദ്രൻപിള്ള നൽകുന്നു. അപ്പോൾ NDA-ക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ടില്ല. BJP ഇപ്പോൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്ന പേര് സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പേരാണ്. അപ്പോൾ കരമന ജയനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിക്കുമ്പോൾ 3-4 ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എന്താണ് സൊല്യൂഷൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നത് BJP-ക്കും അതുപോലെ തന്നെ LDF-നും ഒരു വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. ശരി. എന്തായാലും ഇനി സമയം അധികമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം വന്നേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. LDF-ന്റെ ഭാഗത്തുനിന്നും NDA-യുടെ ഭാഗത്തുനിന്നും തിരുവനന്തപുരത്ത് ആരാണ് CP ജോണിനെതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നതാണ് ഇനി കാത്തിരിക്കുന്ന ഒരു തീരുമാനം.